വെൽക്കം ടു ഷബൂസ് കിച്ചൺ മാറ്റിക്സ്. എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് വൈകുന്നേരങ്ങളിലുള്ള മാൾ വിസിറ്റ് അല്ലേ? ലോക്ക്ഡൗൺ ആയത് കാരണം നമ്മൾക്കൊന്നും തന്നെ കുട്ടികളെയും കൊണ്ട് ഇപ്പോൾ പുറത്തു പോകാനൊന്നും പറ്റുന്നില്ല, വീട്ടിൽ തന്നെ. പക്ഷെങ്കിൽ ആഹാരത്തിൻ്റെ കാര്യത്തിൽ, അതായത് സ്നാക്സിൻ്റെ കാര്യത്തിലൊന്നും നമ്മൾ ആരും തന്നെ വലുതായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം നമ്മൾക്ക് കിട്ടാവുന്നത് വെച്ച് നമ്മൾ മാക്സിമം തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഈവനിങ് നമ്മൾ മാളിൽ പോവുകയാണെങ്കിൽ മാളിൻ്റെ മുമ്പിലുള്ള കടയിൽ, അതായത് ചിക്കൻ ഫ്രാങ്കി, അത് വെജിറ്റബിൾ ഫ്രാങ്കി, അങ്ങനെ പലതും നമ്മൾ അവിടുന്ന് വാങ്ങി കഴിക്കാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മിസ് ചെയ്യുന്ന സാധനമാണ് ഈ കോൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ബട്ടർ സ്വീറ്റ് കോൺ. ഏതായാലും നമുക്ക് കോണിലുള്ള 2-3 ഫ്ലേവറിൽ ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കാം. നിങ്ങൾക്ക് ഫ്രോസൺ കോൺ വാങ്ങിയിട്ടും ഇതുണ്ടാക്കാം, അല്ലെങ്കിൽ സാധാരണ കോൺ വാങ്ങി അത് ഉരിച്ച് അതിൻ്റെ കെർണൽസ് എടുത്തിട്ട് അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. അത് രണ്ടും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. 3 ഫ്ലേവറിൽ ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ചിട്ട് ചേരുവകൾ മാറ്റുകയും ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഫ്ലേവർ ആഡ് ചെയ്തിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മൾ ആ ഒരു എൻജോയ്മെൻറ്റ് മിസ് ചെയ്യേണ്ട. വെളിയിൽ പോകുന്നില്ല എന്ന് മാത്രം, വീട്ടിൽ നമുക്ക് എൻജോയ് ചെയ്യാം. വരും, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കോണിൽ നിന്നും ഈ കേർണൽസ് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ മാറ്റാമെന്ന് ഞാൻ ഇത്രയായപ്പോഴാണ് പറഞ്ഞത്. അത് ആദ്യം മുതലേ ഒന്ന് കാണിക്കാമെന്ന്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ഇങ്ങനെ എടുത്ത് മാറ്റാൻ പറ്റും. കണ്ടോ? ഓരോ ലൈനായി മുകളിൽ നിന്ന് വേണം തുടങ്ങാൻ. ഒറ്റ ലൈനായിട്ട് ചെയ്തു വരണം. ഇങ്ങനെയാണ് ഇത് മാറ്റേണ്ടത്. ഞാൻ ഒരെണ്ണം ആദ്യം മുതലേ കാണിച്ചു തരാം. ഇവിടെ ഇതിൻ്റെ ഔട്ടർ സ്കിൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതെടുത്ത് ഒരു സ്പൂണ് വെച്ചിട്ട് ഒരു ലെയർ, അതായത് ഇതിൻ്റെ മുകളിൽ നിന്ന് ഈ അറ്റം വരെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ ഒരു ലെയർ മൊത്തം. ആദ്യം നമുക്ക് വൃത്തിയായിട്ട് വരില്ല. ആദ്യത്തെ ഒരു ലെയർ കുറച്ച് മെസ്സപ്പാകും, സാരമില്ല. രണ്ടാമത്തെ ലൈൻ മുതൽ നമുക്ക് വളരെ നീറ്റായി എടുത്തിട്ട് വെക്കാൻ പറ്റും. ആദ്യത്തെ ഒരു ലൈൻ കൃത്യമായി താഴെ വരെ എടുത്തു മാറ്റുക. കുറച്ച് പേർക്കൊക്കെ ഇത് അറിയുന്നുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് ഒന്നുകൂടെ കാണിക്കുന്നത്. ആദ്യത്തെ ഒരു ലെയർ ഇങ്ങനെ എടുത്ത് മാറ്റാം. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നു. ഇനി എടുക്കുന്നത് ഒന്നുകൂടെ എളുപ്പമായിരിക്കും. അതുപോലെ നമുക്ക് മുഴുവനായും തന്നെ ഇതിൻ്റെ ഗ്രെയിൻസ് മാറ്റി. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഫ്രോസൺ കോൺ തന്നെ വാങ്ങേണ്ട ആവശ്യമില്ല. ഇതുപോലെ കോൺ വാങ്ങിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഗ്രെയിൻസ് ഈസിയായി റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. പാത്രത്തിൽ കുറച്ച് നമുക്ക് ആവശ്യമുള്ളത്ര കോൺ, ഒരു 3 കപ്പ് കോൺ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലൊരു കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് ആദ്യം തന്നെ വേവിച്ചെടുക്കാം. ഒന്നും ചേർക്കണ്ട, കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് വേവിച്ചെടുത്താൽ മാത്രം മതി. നമ്മുടെ കോൺ ഒരു 5 മിനിറ്റ് നേരം മാത്രം തിളച്ചാൽ മതി. ഇത്രയും വെന്ത് കിട്ടിയാൽ മതി. കുറച്ച് വെള്ളം മാത്രമേ ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് 3 ഫ്ലേവറുള്ള കോണാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് ഒരു ട്രേ മാറ്റി ഇതിൽ കുറച്ച് ബട്ടർ ചേർക്കുക. ബട്ടർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ് നന്നായി മിക്സ് ചെയ്യുക. കൂടാതെ ഒരല്പം
മുളക് പൊടി കുറച്ച് മാത്രം ചേർത്താൽ മതി. അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ കുറച്ച് ചാട്ട് മസാല, അത് ഒരു 1/2 ടീസ്പൂണോളം ചാട്ട് മസാലയും ഞാൻ ഇതിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങ നീരും അല്പം ചേർക്കാവുന്നതാണ്. കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ചെറുനാരങ്ങ ഒരു സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത സെറ്റ് ഉണ്ടാക്കാൻ കോൺ, ഇതിലേക്ക് കുറച്ച് ഉപ്പ്, മുളക് പൊടി, ബട്ടർ, ഇത് കോമൺ ആണ്. പിന്നെ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് കൂടെ ചേർക്കാം. ഇത് നേരത്തേതിനേക്കാളും ഒന്നുകൂടി സ്പൈസി ആക്കാവുന്നതാണ് നമുക്ക്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർക്കാവുന്നതേ ഉള്ളൂ. ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. ഇതിൽ ഏകദേശം ഒരു നേരത്തേതിൽ നിന്നും കുറച്ചുകൂടെ അധികം ചാട്ട് മസാല ചേർത്തിട്ടുണ്ട്. എല്ലാം തന്നെ ചൂടോടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കേണ്ടതാണ്. ഇതിലേക്ക് അതേപോലെ തന്നെ ഉപ്പും, ഇതിൽ കുറച്ച് തക്കാളിയും ഉള്ളിയും നമുക്ക് അരിഞ്ഞു ചേർക്കാം. ഉപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, ഉള്ളി, സവാള കുറച്ച് മാത്രം ചേർത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നേ ഉള്ളൂ. ചാട്ട് മസാല, കുറച്ച് മുളക് പൊടി, ബട്ടർ നമ്മൾ ചേർത്തിട്ടില്ല, ഒരു പീസ് ബട്ടർ, പിന്നെ ചീസ്, നാരങ്ങ നീര്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും പറയാണ്, ഈ ഒരു ടേസ്റ്റിലല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓരോന്നും കൂട്ടുകയും കുറയ്ക്കുകയും ഫ്ലേവർ മാറ്റുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് മിസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഐറ്റം തന്നെയാണ് ഇത്. എല്ലാ മാളുകളിലും, അതായത് ഷോപ്പിങ്ങിന് നമ്മൾ പോകുമ്പോൾ ഇത് കഴിക്കാത്തവർ വളരെ കുറവായിരിക്കും. ഒന്നും മിസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്, നമുക്കും കഴിക്കാവുന്നതാണ്. 3 ഫ്ലേവറിൽ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ഫ്ലേവറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ടും കുറച്ച് സമയം മാത്രം എടുത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല ഒരു ഡിഷാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആസ് യൂഷ്വൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.